വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറയുന്ന വചനഭാഗമാണ് യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ബെനഡിക്റ്റ് പിതാവ് ഇങ്ങനെ പറയാറുണ്ട്: സുവിശേഷത്തിൽ നാം 2 വലിയ രഹസ്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുക. ഒന്ന് യോഹന്നാൻ 3:16, 2 യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 51-ാമത്തെ വചനം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന്. മനുഷ്യ മക്കളുടെ ജീവന് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച് രക്ഷ നേടിത്തന്ന്, സ്വയം ഇല്ലാതായി നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്ന ഒരു യേശുവിനെ നാം ഇവിടെ കാണുന്നുണ്ട്. 14-ാമത്തെ വചനത്തിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് വചനം പറയുക. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ പോലെ കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനഭാഗമാണ് ഇവിടെ. സ്വന്തം ജീവിതം രക്ഷിക്കാൻ വേണ്ടി രാവിലെ മുതൽ നെട്ടോട്ടം മൂടുന്നവരാ നാം എല്ലാവരും. എന്തൊക്കെ സംഭവിച്ചാലും ആരുടെയൊക്കെ ജീവിതം ബലികൊടുത്താലും എനിക്ക് ജീവിക്കണം എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ലോകത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മളിൽ പലരെയും അത് അലട്ടുന്നുമുണ്ട്. മറ്റുള്ളവർക്കായി ഒരു അല്പസമയം ചെലവഴിക്കാനോ ഒരു വാക്ക് സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊടുക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു വചനം നമുക്ക് അന്വർത്ഥമായി മാറുക. ഈ വചനത്തിൻ്റെ അർത്ഥം ജീവിക്കേണ്ട വലിയ കാലഘട്ടമാണിത്. മറ്റുള്ളവർക്കായി സ്വന്തം ജീവിതം മുറിച്ചു നൽകിയ ഈശോ നിത്യജീവൻ തരാൻ വേണ്ടിയിട്ട് പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ്റെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈശോ രക്ഷ നേടിത്തരുന്നു. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത് കാണുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുക സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് മോശ നയിക്കുമ്പോൾ രക്ഷയുടെ ഒരു യാത്ര അവർ നടത്തുന്ന സമയത്ത് കാടപ്പക്ഷിയെ കൊടുത്ത് മഞ്ഞയെ കൊടുത്ത് അവരുടെ വിശപ്പിനെയൊക്കെ ശമിപ്പിച്ച് ദൈവം അരിമ മക്കളെ എന്നുപോലെ ചേർത്ത് പിടിച്ച് നടത്തുമ്പോഴും മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുന്നതായി വചനത്തിൽ നാം കാണുന്നുണ്ട്. അവർ പിറുപിറുത്തപ്പോൾ അവിടത്തേക്ക് വേദന തോന്നി. അപ്പോൾ വചനം പറയുന്നു 21:6, അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു, അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചുവെന്ന്. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചുവെന്ന്.
പഴയ നിയമത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന ദൈവജനത പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചെങ്കിൽ ഇന്ന് പാപിയായ എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാൻ, രക്ഷ പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നോക്കേണ്ട കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിനെയാണ്. ആ യേശുവാണ് എന്നെ ഉയർപ്പിക്കാൻ തയ്യാറായിരിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു അനുഭവത്തിലേക്ക്, ഒരു അവബോധത്തിലേക്ക് ഞാൻ കടന്നു വരണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ യേശുവിനെ ഒരു പിച്ചള സർപ്പമായിട്ടാണ് ഉപമിച്ചിരിക്കുക. അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടു. തൻ്റെ കുരിശിൽ പൂർണ്ണ അനുസരണമുള്ളവനായി ഉയർപ്പിക്കപ്പെട്ടപ്പോൾ സാത്താൻ പരാജിതനായി മാറി. മനുഷ്യവംശം മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷയെന്ന് നാം ആവർത്തിച്ച് പറയാറുണ്ട്, പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും വലിയ ആയുധമാണ് കുരിശ്. യോഹന്നാൻ 3:16 അന്തരാർത്ഥം മുഴുവൻ ഉൾക്കൊള്ളുന്നത് ഈ കുരിശിലാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ആ ഏകജാതനെ തന്നത് കുരിശിലെ ബലിയായിട്ടാണ്. കുരിശിൽ ബലിയായി കീറി മുറിക്കപ്പെടാൻ പിതാവ് തന്നുവെങ്കിൽ ആ പിതാവ് ഈ കുരിശിലെ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം കൂടി എൻ്റെ ഒപ്പം വരും. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി ജനതകളെല്ലാം അതിനെ നോക്കി, മരിച്ചുകൊണ്ടിരുന്ന ജനതകളെല്ലാം പിച്ചള സർപ്പത്തെ നോക്കി സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പിച്ചള സർപ്പത്തിൻ്റെ ശക്തിയല്ല പ്രിയപ്പെട്ടവരെ നാം കാണുക. മോശയോട് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയാണ് അവർക്ക് ജീവൻ കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ്റെ സഹനത്തിൻ്റെയും കുരിശിൻ്റെയും ശക്തിയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ പകർന്നു തരുന്നതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം ഒരു ഉയർത്തപ്പെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവുക. എനിക്ക് മറ്റുള്ളവർക്ക് ഈ യേശുവിൻ്റെ മാതൃക അനുസരിച്ച് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ 2 തലങ്ങളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് ശാരീരികമായ തലം, 2 ആത്മീയമായ തലം. ശാരീരികമായ തലത്തിൽ ഞാൻ എങ്ങനെ എനിക്ക് കിട്ടിയ രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്ന് എൻ്റെ സമയമാവാം, എൻ്റെ ചില എനിക്കുള്ളത് കുറച്ച് പങ്കുവയ്ക്കുന്നതാവാം, ആ ഒരു രക്ഷ പകർന്നു കൊടുക്കാൻ എനിക്ക് ഉപാധിയായി മാറുക. ആത്മീയ തലമെന്ന് പറയുക യേശുവിനെ, കുരിശിൽ മരിച്ച യേശുവിനെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ആ യേശുവിന് വേണ്ടി ജീവിത സാക്ഷിയായി ഞാൻ മാറുമ്പോൾ ആത്മീയ തലത്തിൽ രക്ഷ പകരുന്ന വ്യക്തിയായി ഞാൻ മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം 15-16 വചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം മൂർത്തിഭവിച്ചിരിക്കുന്ന അമ്മയുടെ സ്നേഹത്തേക്കാൾ, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം പിതാവ് പ്രവാചകനിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞുവെങ്കിൽ അതേ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് യോഹന്നാൻ 3:6 നാം കാണുക. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചുവെന്ന്. ദൈവം സ്നേഹിച്ചത് മോശ പിത്തസർപ്പത്തെ ഉയർത്തി ഇസ്രായേലിനെ മഴത്തിന് രക്ഷിച്ചതുപോലെ അപ്പുറത്തേക്ക് കാൽവരിയിലെ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു വഴി. ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ആരാണെങ്കിലും പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് അവനെ ഉയർപ്പിക്കാനുള്ള യേശുവിൻ്റെ സ്നേഹമാണ് നാം ഇവിടെ കാണുക. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം കുരിശിൽ നാം കാണുന്നുണ്ട്. നമുക്ക് അർത്ഥമുണ്ടാവണമെങ്കിൽ കുരിശിലെ യേശുവിനെ, കുരിശിൽ കിടക്കുന്ന യേശുവിനെ ഞാൻ ചേർത്ത് പിടിക്കണം എൻ്റെ ജീവിതത്തോട്. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ അടിസ്ഥാനവും ഈ കുരിശ് തന്നെയാണ്. കുരിശ് വിജാതിയർക്ക് ഭോഷത്വമാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. യഹൂദർക്ക് ഇഴർച്ചയാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. അറപ്പും വെറുപ്പും ഒക്കെ ഉളവാക്കുന്ന കൊലമരമാണ് കുരിശെന്ന് പറയുന്നു. കുരിശിലെ ഈശോ സഹനത്തിൻ്റെ പ്രതീകമാണ്. അത് രക്ഷയുടെ ചിഹ്നവും ശക്തിയുടെ അടയാളവും ഒക്കെയാണ് എങ്കിൽ ഈ കുരിശ് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. ഈ കുരിശിൻ്റെ രഹസ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? കുരിശിൻ്റെ രഹസ്യത്തിൽ നമ്മോട് പറയുവാൻ 2 വലിയ ചരിത്രമുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ചരിത്രം, 2 ദൈവത്തിൻ്റെ ചരിത്രം. മനുഷ്യൻ്റെ ചരിത്രവും ദൈവത്തിൻ്റെ ചരിത്രവും ചേർന്നിരിക്കുന്ന സ്ഥലമാണ് കുരിശ് എന്ന് പറയുക. പറുദീസായിലെ നന്മ തിന്മകളുടെ ജ്ഞാനവൃക്ഷത്തെ നാം കാണുന്നുണ്ട്. കുരിശാകുന്ന ഒരു ജീവവൃക്ഷത്തെയും നാം കാണുന്നുണ്ട്. സഭാപിതാക്കന്മാർ ഇങ്ങനെ പറയും: പറുദീസായുടെ നന്മ തിന്മകളുടെ വൃക്ഷം നിനക്ക് രക്ഷ നഷ്ടപ്പെടുത്തിയെങ്കിൽ കുരിശിലെ ജീവവൃക്ഷം നിനക്ക് ജീവൻ പകർന്നു തന്നുവെന്ന്. മനുഷ്യൻ്റെ പ്രയാണം തന്നെ സ്നേഹത്തിൽ തൻ്റെ ജീവനെ സമർപ്പിച്ച
യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയാ. ഈ കുരിശിലെ യേശുവിനെ നാം കണ്ടെത്തണം. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ ചില പാതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവിടെ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാൻ ഈ കുരിശിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് നാം എത്തിച്ചേരണം. എന്തെന്നോ, നന്മതിന്മകളുടെ പാപം തന്ന സ്വർഗരാജ്യം അടച്ചു കളഞ്ഞ ആ വൃക്ഷത്തിൻ്റെ അവസ്ഥ ഇന്ന് നിന്നിലുണ്ട് എങ്കിൽ നീ എത്തിച്ചേരേണ്ട ഒരു വൃക്ഷമുണ്ട്. കുരിശിലെ യേശുവിൻ്റെ ബലിയുടെ ആ വലിയ വൃക്ഷത്തിലേക്ക് നീ ചെന്ന് ചേരണം. അവിടെ ചെന്ന് ചേരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു കുരിശിലെ ചരിത്രം നാം കാണും. അവൻ്റെ തിരുമുറിവുകളുടെ ചരിത്രം നാം കാണും. അവൻ്റെ പീഡാനുഭവത്തിൻ്റെ വലിയ ചരിത്രം നാം കാണും. അവിടെ ഒരു വിടുതലുണ്ട്, അവിടെ ഒരു വിമോചനമുണ്ട്, അവിടെ ഒരു ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശ് കാണുന്നിടത്ത് അനുഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാ, സ്വന്തം ഭാര്യയ്ക്ക് എപ്പോഴും രാത്രി കാലങ്ങളിൽ എന്തോ ഒരു അദൃശ്യ ശക്തി അടുത്ത് വന്ന് നിൽക്കുന്നതായി കാണുകയാ. ഈ പാവപ്പെട്ട മനുഷ്യൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുകയാ. ഭാര്യ വല്ലാണ്ട് വയലൻ്റ് ആകുന്ന ഒരവസ്ഥ. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു ഡിസീസ് അല്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ഒത്തിരി വേദനയോടെ ഈ വ്യക്തി ഇത് പങ്കുവെച്ചപ്പോൾ ഈശോയുടെ സന്ദേശം ഇങ്ങനെയാ, കുരിശെടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നുവെന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുക, അത് വിട്ടുപോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുരിശ് വെച്ച് ആ മനുഷ്യൻ വിശ്വാസത്തോടെ പിറ്റേ ദിവസവും രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു വിടുതലുണ്ടായതായി. പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തിന് രൂപമാറ്റം വരുന്നത് കാണുവാൻ സാധിച്ചുവെന്നാണ് പറഞ്ഞത്. കുരിശിൽ ഒരു വലിയ പരിവർത്തനമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അടയാളമായി കുരിശിൽ ഒരു വലിയ പരിവർത്തനമുണ്ട്. ആ പരിവർത്തനം അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കണം, ചേർത്ത് പിടിക്കണം. ഭയത്തിൽ നിന്നും സാത്താൻ്റെ കെട്ടുകളിൽ നിന്നുമൊക്കെ നമ്മെ രക്ഷപ്പെടുത്തുന്ന ഈ കുരിശിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. ഈ കുരിശിലൊരു ചരിത്രമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചരിത്രത്തോട് ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം നീ ചേർത്ത് വയ്ക്കണം. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നാഴികളിലെ ചരിത്രങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ, വലിയ വലിയ ആവശ്യങ്ങളെയൊക്കെ ഈ കുരിശിൻ്റെ ചരിത്രത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ യേശുവിൻ്റെ ബലിയുടെ യോഗ്യത നിനക്കുണ്ടാവും. യേശുവിൻ്റെ സഹനത്തിൻ്റെ യോഗ്യത നിനക്കുണ്ടാവും. യേശുവിൻ്റെ മുറിവിൻ്റെ യോഗ്യത നിനക്കുണ്ടാവും. മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൽ ഒന്നിപ്പിക്കുന്ന വലിയൊരു രഹസ്യമായി ഈ കുരിശിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ണീരിലാണ് കുരിശിലെ രഹസ്യത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുക. ഒത്തിരി സങ്കടം വരുമ്പോൾ ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ യാത്ര ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എത്രയോ വലിയ ആശ്വാസം കിട്ടിയതായി അനേകരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ. അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, കണ്ണീരിൽ നിൻ്റെ സഹനങ്ങളെ നീ ചേർത്ത് വയ്ക്കുമ്പോൾ കുരിശിൻ്റെ യാത്ര നിനക്ക് തേൻ പോലെ മധുരിക്കുന്നതായി മാറും. പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറയാറുണ്ട്, കുരിശിൻ്റെ യാത്ര എന്ന് പറയുന്നത് തേൻ പോലെ മധുരിക്കുന്നതും ഒപ്പം ചെന്നിനായകം പോലെ കഴിക്കുന്നതുമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ യാത്രകൾ, വേദനകൾ ചിലതൊക്കെ മധുരിക്കുന്നതായിരിക്കും, ചിലതൊക്കെ ചെന്നിനായകം പോലെ കഴിക്കുന്നതുമാണ്. ഈ യാത്രയിൽ നമുക്ക് തനിയെ പോകാനായിട്ട് പറ്റില്ല. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. സഹരക്ഷകയായി നിൽക്കുന്ന അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ കുരിശിൽ ലഭിച്ച അതേ രക്ഷ മുഴുവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഒരു പത്രിക അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടോ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടോ ഒരു ഉത്തരവ് നൽകിക്കൊണ്ടോ ഒന്നുമല്ല ഈശോ രക്ഷ സാധിച്ചത് തൻ്റെ കുരിശിലെ സഹനത്തിൻ്റെയും ബലിയുടെയും സ്നേഹത്തിൻ്റെയും ആഴം കണ്ട. അങ്ങനെയെങ്കിൽ ആ കുരിശിനെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ യേശുവിൻ്റെ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴം എൻ്റെ ജീവിതത്തോടും ഞാൻ ചേർത്ത് പിടിക്കണം. അപ്പോൾ എനിക്കെൻ്റെ സഹനം തേൻ പോലെ മധുരിക്കുന്നതായി മാറും. ചെന്നിനായകം പോലെ കഴിക്കുന്ന സഹന മേഖലകളെ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് മധുരിപ്പിക്കുന്ന അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. പ്രഭാഷകൻ 24:20 വചനം പറയുന്നുണ്ടല്ലോ, എന്നെ സ്മരിക്കുന്നത് തെന്നിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരുമെന്ന്. അതെ, തേൻകട്ടയേക്കാൾ മാധുര്യം പകരുന്ന കുരിശിൻ്റെ മാധുര്യം, തേൻ പോലെ മധുരിക്കുന്ന മാധുര്യം സ്വന്തമാക്കാനാ പ്രഭാഷകൻ നമ്മോട് ആവശ്യപ്പെടുക. ഈ കുരിശിൻ്റെ വലിയ മഹത്വം, ഈ കുരിശിൻ്റെ പൂവണിയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ദൈവമക്കളെന്ന നിലയിൽ നമുക്ക് കുരിശിലെ ബലിയാകുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണം. എനിക്കൊരു സ്വത്വ തനിമയുണ്ട്, എൻ്റെ അന്തരാത്മാവിനൊരു തനിമയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അതാണ് ഞാൻ വീണ്ടെടുക്കേണ്ടത്.
ഇന്ന് പാപം കൊണ്ട് എൻ്റെ ഈ തനിമയും ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവമക്കളെന്നുള്ള അന്തസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ തിരിച്ചു പിടിക്കണം. അതിന് ഞാൻ പ്രത്യാശയോടെ കുരിശിലേക്കൊന്ന് നോക്കണം. ഈ കുരിശിലെ സ്നേഹത്തിലേക്കും കുരിശിലെ ബലിയിലേക്കും ഞാൻ പ്രത്യാശയോടെ ഒന്ന് നോക്കിയാൽ ഈ അന്തസ്സ് എനിക്ക് കിട്ടും. ഈ അന്തസ്സ് എവിടെയാണ് മനോഹാരിത പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ കുരിശിലെ യേശുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോഴാണ്. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, കുരിശിലെ സ്നേഹത്തിലേക്ക് ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ അന്തസ്സ് എനിക്ക് തിരിച്ചു കിട്ടും. ഈ പാത രക്ഷയുടെ പാതയായി മാറും, വിസ്മയനീയമായ പാതയായി മാറും. എൻ്റെ കാലടികളിലൊക്കെ ദൈവസ്നേഹത്തിൻ്റെ രക്ഷയുടെ അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ പറയുന്ന അതേ പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ യേശുവിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിൽ നിന്നും മായ്ക്കും. കുരിശ് അന്ന് വരെ ശാപത്തിൻ്റെ, പാപത്തിൻ്റെ വലിയ ഒരു അടയാളമായിരുന്നു. എന്നാൽ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആ കുരിശിലേക്ക് അവൻ്റെ ശരീരത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ട ഓരോ രക്തത്തുള്ളികളും ആ മരക്കുരിശിനെ വിശുദ്ധീകരിച്ചു. ആ മരക്കുരിശിനെ, ശാപത്തിൻ്റെ ചിഹ്നമായ ആ മരക്കുരിശിനെ രക്ഷയുടെ ചിഹ്നമാക്കി ഉയർപ്പിച്ചുവെങ്കിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ, അന്ധകാരം നീങ്ങിപ്പോകാൻ ഒറ്റയൊരു ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് കുരിശിൻ്റെ ആയുധമാണ്. ദൈവസ്നേഹത്തിൻ്റെ കാതലായ ഈ കുരിശിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ കുരിശിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കടന്നു പോകേണ്ടത്. ഒരു വ്യക്തി പറഞ്ഞത് വീണ്ടും ഞാൻ ഓർക്കുന്നു, കുരിശിൻ്റെ അടയാളങ്ങൾ വളരെ വളരെ വലുതാണ്. ഹോസ്റ്റലിൽ കുട്ടികളെല്ലാം പഠിക്കുന്ന ഹോസ്റ്റലിലെ രാത്രി സമയങ്ങളിൽ ടെറസിൽ ഇങ്ങനെ വലിയ ബഹളമാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ശക്തമായ അസ്വസ്ഥത ഉണ്ടായിട്ട് ഹോസ്റ്റലിൽ മാറാനായിട്ട് കുട്ടികൾ തീരുമാനിക്കുകയാണ്. വേദനിച്ച് സങ്കടപ്പെട്ട കുട്ടികൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അച്ഛനുമായി സംസാരിച്ചു. ഇവിടെ പഠിക്കാനായിട്ട് പറ്റില്ല, ഹോസ്റ്റൽ സൗകര്യമില്ല, ഞങ്ങൾക്ക് ഭയമാണ്, ടെറസിൻ്റെ മുകളിൽ ആരൊക്കെയോ രാത്രി ഡാൻസ് കളിക്കുകയാണെന്ന്. അച്ഛനൊരു കുരിശെടുത്ത് വെഞ്ചരിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിങ്ങൾ താമസിക്കുന്ന മുറിയുടെ ഭിത്തിയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചോളാൻ. പ്രിയപ്പെട്ടവരെ, ആ കുരിശ് അവിടെ നാട്ടി അന്ന് രാത്രി മുതൽ ഇന്ന് വരെ മറ്റൊരനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. കുരിശ് നമുക്ക് വലിയ ശക്തിയാണ്, ആയുധമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത്, അവൻ്റെ വസ്ത്രത്തെ ധരിക്കേണ്ടതുമായ ആയുധം ഈ കുരിശ് തന്നെയാണ്. ഈ കുരിശിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ. ഈ കുരിശ് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ കുരിശിൻ്റെ അനർഘ ഫലങ്ങളും സ്വന്തമാക്കണം. തൻ്റെ പിതാവ് പുത്രനെ നമുക്ക് ബലിയായി തന്നെങ്കിൽ ആ രക്ഷയുടെ സ്നേഹത്തിൻ്റെ കാതൽ, ആ സ്നേഹത്തിൻ്റെ വലിയ അടയാളമായി കുരിശിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും സ്വന്തമാക്കണം. ഭയപ്പെടേണ്ട കാര്യമില്ല. ചിലരൊക്കെ പറയില്ലേ, കൂടോത്തരമുണ്ട്, മന്ത്രവാദമുണ്ടെന്ന്. എന്തിനാ ഭയപ്പെടുന്നത്? ഇതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ കുരിശിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിലുണ്ടാവണം, നമ്മുടെ കൂടെയുണ്ടാവണം, നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഒരു അസ്വസ്ഥതയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റാത്ത മേഖലയിലേക്ക് ഈശോ നമ്മളെ ഉയർത്തുമെന്ന് ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വലിയ ശക്തി, ഈ കുരിശിലേക്ക് നോക്കാൻ എപ്പോഴൊക്കെ നമുക്ക് പറ്റുന്നോ അവിടെയാണ് ജീവിതത്തിന് അനുഗ്രഹമുണ്ടാവുക, ജീവിതത്തിന് ശക്തി കടന്നു വരിക. യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ സാർവത്രിക ചക്രവാളം എന്ന് പറയുക ഈ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ സ്നേഹത്തിൻ്റെ അടയാളം യോഹന്നാൻ 3:16 മറന്നു പോകാതെ ചേർത്ത് പിടിക്കേണ്ടതാണ്. ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റണം. ബലി കഴിക്കുന്ന ഒരു സ്നേഹം കൂടി കൊടുക്കാനായിട്ട് പറ്റണം. ഒരു ചേച്ചി പറയുകയാ, സിസ്റ്ററെ, എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, 4 മക്കളുണ്ട്, എല്ലാവർക്കും 6 മണി 7 മണി തൊട്ട് സ്കൂളിൽ പോകണം, വല്ലാത്ത നടുവിന് വേദനയാണ്. ഞാൻ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു തോർത്തെടുത്ത് എൻ്റെ നടുവിനെ കെട്ടിവെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുക. എന്നിട്ട് ഈശോയോട് പറയും, ഈശോയെ എന്താ എനിക്കിങ്ങനെ അസുഖമെന്ന്. വല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി. അവർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ നട്ടെല്ലിന് ഒരു മുഴ വന്നിരിക്കുന്നതായിട്ട് കണ്ടു. സാമ്പത്തികത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട്, ജോലിക്ക് വേറെ ആരുമില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണം, വലിയ വേദനയോടുകൂടി നടുവിന് ഇങ്ങനെ തോർത്ത് വലിച്ചു കെട്ടിയിട്ട് എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ, നീ എൻ്റെ മേൽ കരുണയായിരിക്കണം, കുരിശിലെ രക്തം എൻ്റെ മേലൊന്ന് ഒഴുക്കണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. 2.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന്
സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുക ഓപ്പറേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന്. യേശുവിൻ്റെ കുരിശിൻ്റെ രക്തം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ എൻ്റെ ഈശോയുടെ കുരിശ ഇന്ന് എൻ്റെ കുടുംബത്തെ ഞാൻ നാട്ടിയിരിക്കുന്നത് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടാറില്ലേ, ഈശോയെ നിൻ്റെ കുരിശ് എൻ്റെ കുടുംബത്തിൻ്റെ 4 ചുറ്റിലും 4 കെട്ടിലും അവിടെ നാട്ടാൻ ഇടയാക്കണമേ എന്ന്. ആ തിരുക്കുരിശിൻ്റെ ശക്തിയുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ നാട്ടിവെക്കണം. ആ തിരുക്കുരിശിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ കുരിശ് നമുക്ക് ആഭരണമായി മാറണം. അതിനുള്ള കൃപ ഈശോയോട് ചോദിച്ചു മേടിക്കാം. കുരിശിലെ രക്ഷയും കുരിശിലെ സന്തോഷവും കുരിശിലെ അനുഗ്രഹങ്ങളും നമുക്ക് ആഭരണമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. അതിനുവേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുമെന്ന്. യോഹന്നാൻ 3:16 തിരുക്കുമാരൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ബലിയ ഇവിടെ ഗോതമ്പ് മണിയുടെ അഴിയലായി ഈശോ പഠിപ്പിക്കുകയാ. സ്വയം അഴിഞ്ഞു തീർന്ന യേശുവിനെ കുരിശിൽ നാം കാണുന്നുണ്ട്. ഈ കുരിശിൽ ഒരു എളിമയുടെ വഴി നാം കാണുന്നു. ദൈവപുത്രൻ എളിമയുള്ളവനായി, താഴ്ത്തപ്പെട്ടവനായി, ചെറിയവനായി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഒരവസ്ഥ. ഒരു പക്ഷേ നാണം കടലിൻ്റെ ഒരവസ്ഥയും ഈശോയുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? സ്വയം പരിത്യജിച്ചിരിക്കുന്ന ഒരവസ്ഥ. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടങ്ങളെ അടിയറ വെച്ച പരിത്യജിക്കലിൻ്റെ ഭാവം ഏറ്റെടുത്ത് കുരിശിൽ കിടക്കുന്ന ഈശോ. ഈ ഒരു ശൈലിയാണ് കുരിശിനെ സ്നേഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ സ്വന്തമാക്കേണ്ടത്. ഗോതമ്പ് മണി മരിക്കാതെ ഫലം ചൂടുന്നില്ലാത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശൈലി, എളിമയുടെയും വിനയത്തിൻ്റെയും പരിത്യജിക്കലിൻ്റെയും ഒക്കെ ശൈലി ഞാൻ സ്വന്തമാക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആയുധങ്ങൾ താഴെ വയ്ക്കുന്നവനല്ല, ആയുധം എന്തുന്നവനാണ് ക്രിസ്ത്യാനി. ഏതായുധമെന്ന് ചോദിച്ചാൽ കുരിശിൻ്റെ ആയുധം. കുരിശിൻ്റെ ആയുധം ആത്മീയയുദ്ധത്തിനുള്ള ആയുധമാണ്. നിൻ്റെ ജീവിതത്തെ സാത്താൻ്റെ എല്ലാ പീഡകളോടും തിന്മയുടെ ആസക്തികളോടും എതിർത്ത് പോരാടാൻ ഈശോ നിനക്ക് തന്നിരിക്കുന്ന ആത്മീയ ആയുധമാണ് ഈ കുരിശ്. ആ കുരിശെടുത്ത് കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാ ക്രിസ്ത്യാനി. ഈ കുരിശാണ് ഉയർത്തിപ്പിടിക്കേണ്ട ആയുധം. സഹനങ്ങളുടെ കുരിശാണ്. ആ കുരിശിൽ യേശുവുണ്ട്. സഹനങ്ങളുടെ കുരിശിൽ യേശുവുണ്ട്. ചില ചുമടുകളൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്തു കഴിയുമ്പോൾ ചുമലിൽ വെച്ചാൽ ചുമലിന് വേദന തോന്നും. ചിലപ്പോൾ നമ്മൾ കുറച്ചങ്ങ് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒത്തിരി എളുപ്പം തോന്നും എടുത്തുകൊണ്ട് പോകാൻ. പ്രിയപ്പെട്ടവരെ, എടുക്കാൻ പറ്റാത്ത ഭാരം യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് എടുത്തു തുടങ്ങുമ്പോൾ 150 കിലോഗ്രാം ഭാരമുള്ള കുരിശ് ഈശോ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോയി എന്നാ ചില ഗവേഷകർ പറയാം. പ്രിയപ്പെട്ടവർ, അത്രയും വലിയ ഭാരം, 85 കിലോ മാത്രം ഭാരം തൂക്കമുള്ള ഈശോ ചുമന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാരങ്ങളെ എടുക്കാൻ പറ്റാതെ ഞാൻ തളർന്നു വീഴുമ്പോൾ ഈ ഭാരം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഉയർത്തിപ്പിടിക്കണം. അനേകർക്ക് രക്ഷയായി മാറാൻ ഈശോയെ ഈ കുരിശിലെ ഭാരം ഞാൻ സമർപ്പിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അതിനുള്ള കൃപ ഈശോയോട് ചോദിച്ചു മേടിക്കാം. നല്ല ഈശോയെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. തൻ്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം നിൻ്റെ കുരിശിൽ ഞാൻ കണ്ടു. ആ കുരിശിലെ സ്നേഹം, ആ കുരിശിൻ്റെ ശക്തി, ആ കുരിശിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളിൽ, പരാജയങ്ങളിൽ കുരിശിൻ്റെ ശക്തി അനുഭവിച്ച് കുരിശിനോടുകൂടി തിന്മയുടെ ശക്തികളെ, പാപത്തിൻ്റെ കെട്ടുകളെ മറികടക്കുവാൻ, കുരിശോട് ചേർന്ന് ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ചുമക്കുവാൻ എൻ്റെ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. കുരിശ് ഞങ്ങൾക്ക് ശക്തിയായി മാറണം. കുരിശിൻ്റെ ബലം ഞങ്ങൾ അറിയട്ടെ ഈശോയെ. കുരിശ് ഞങ്ങളെ രക്ഷിക്കട്ടെ. ഈ കുരിശിലെ രക്ഷ, തേൻ പോലെ മധുരിക്കുന്ന രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ മേഖലകളിൽ അനുഗ്രഹമായി മാറുവാൻ ഈശോയെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.